ഉമേഷ്, ഇന്നലെ മന്ത്രി രാജീവ് ഇപ്പോൾ കൊച്ചി നഗരത്തിലേക്ക് വെള്ളക്കെട്ട് ഒക്കെ രൂപപ്പെട്ട സാഹചര്യം, നേരത്തെ തന്നെ പല പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ട നടപടികൾ മുൻപെടുത്തതിൻ്റെ മെച്ചം ഇത്തവണ പല സ്ഥലങ്ങളിലും കണ്ടിരുന്നു. എന്നാൽ മറ്റു പലയിടത്തും വലിയ പ്രതിബന്ധങ്ങളും വലിയ ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ ഇത്തവണ കണ്ടു. അപ്പോൾ ഇതാകെ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടോ? എന്താണ് പൊതുവേ കൊച്ചി നഗരം ഈ മഴ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നും നാളെയുമൊക്കെ എന്താണ് ഒരു പൊതു അന്തരീക്ഷം, പൊതുവായിട്ടുള്ളൊരു സ്ഥിതി എന്താണ്? അതുപോലെ തന്നെ വടക്കൻ കേരളത്തിൻ്റെ മറ്റു ജില്ലകളിലെയും ഒരു രാവിലത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ് ഉമേഷ് മനസ്സിലാക്കുന്നത്? മഴയുണ്ടോ എവിടെയെങ്കിലുമൊക്കെ? വണ്ടൂരിൽ മഴയില്ല, മലപ്പുറത്തെക്കുറിച്ചാണ് ഉമ്മർ എഴുതുന്നുണ്ട്. ഉമേഷ്. ശരത്ത്, ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ പറഞ്ഞതുപോലെ തന്നെ ഈ കാലവർഷം എത്തി എന്ന അറിയിപ്പ് വന്നതിന് ശേഷം മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ വൈകുന്നേരമൊക്കെ അല്പം മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ പൂർണ്ണമായും തെളിഞ്ഞ കാലാവസ്ഥയാണ്, വളരെ തെളിഞ്ഞ അന്തരീക്ഷമാണ്. ഒരുപക്ഷെ 2-3 ദിവസത്തിന് ശേഷമാണ് രാവിലെ ഇത്രയും തെളിഞ്ഞൊരു കാലാവസ്ഥ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ ഈ ക്ലീനിങ് നടപടികൾക്ക് അനുകൂലമായ ഒന്നാണ് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇന്നലെ മന്ത്രി രാജീവ് ഈ മഴക്കെടുതി മൂലം ഉണ്ടായ ദുരിതം ഉണ്ടായ പ്രദേശങ്ങളൊക്കെ അദ്ദേഹം നേരിട്ട് സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അതിനുശേഷം ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. ആ ഘട്ടത്തിൽ അദ്ദേഹം അറിയിച്ചത് അസാധാരണമായൊരു മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഈ കളമശ്ശേരിയിൽ മാത്രം 1.5 മണിക്കൂർ കൊണ്ട് 157 മില്ലിമീറ്റർ മഴയൊക്കെ പെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇത് മുൻ വർഷങ്ങളിലൊക്കെ നമുക്കറിയാം, ഈ കളമശ്ശേരിയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവിക്കുന്ന മൂലേപ്പാടം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ കഴിഞ്ഞ 10-14 വർഷമായി എല്ലാ കൊല്ലവും ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഒരു പതിറ്റാണ്ട് മുമ്പഴത്തെ ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. നിരവധി കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്, നിർമ്മാണങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ ആണ് ഓപ്പറേഷൻ വാഹിനി എന്നൊരു പദ്ധതി 2 വർഷം മുൻപ് തുടങ്ങിയത്. അത് കളമശ്ശേരി മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചായിരുന്നു തുടങ്ങിയത്. പക്ഷേ അത് ഇന്നിപ്പോൾ എറണാകുളം മൊത്തം വ്യാപിപ്പിക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഈ ജലാശയങ്ങളുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നത് അത് നീക്കം ചെയ്യുക എന്നുള്ളത് കണ്ടായിരുന്നു അത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നത് കൊണ്ട് അതും ആ പദ്ധതിയും ഇതിൽ കുടുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം അതിന് പ്രത്യേക അനുമതി കിട്ടി. അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ, അതായത് ടെൻഡർ ഇല്ലാതെ തന്നെ ഈ നടപടികൾ ആരംഭിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകാവുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ ഇടപ്പള്ളി തോട് അടക്കം നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് ഈ ഓപ്പറേഷൻ വാഹിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടപ്പള്ളി തോടിലെ പായലും മറ്റ് ചെളികളും നീക്കം ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് കടക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് ഈ ഇടപ്പള്ളി തോടിന് സമീപത്ത് നിന്നാണ്. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടാകാൻ കാരണം എന്നുള്ളത്. പായൽ നിറഞ്ഞു കിടക്കുകയാണ്. ഒപ്പം മാലിന്യവും, ഇത്തരത്തിൽ പലരും ഈ തോട്ടിലേക്ക് മാലിന്യം തള്ളി അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം പോകാതെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. നഗരഹൃദയത്തിലൂടെയാണ് ഈ തോടൊഴുകുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമാണ്, ഇത്തരത്തിൽ വലിയ മാലിന്യ കൂമ്പാരവും പായലും നിറഞ്ഞ് കിടക്കുമ്പോൾ ഒഴുക്ക് തടസ്സപ്പെടും, സമീപത്തേക്ക് കവിയുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതാണ് ഈ ദേശീയപാതയിലടക്കം വലിയ വെള്ളക്കെട്ട് രൂപപ്പെടാൻ ഇടയാക്കിയത് ഇതാണ്. എന്നാൽ ഇന്നു മുതൽ ഇത് അടിയന്തര പ്രാധാന്യത്തോടെ, ഇതിനൊരു തടസ്സം നേരത്തെ അദ്ദേഹം ഇന്നലെ തന്നെ സൂചിപ്പിച്ചു. ഈ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട യോഗം, അത് മന്ത്രിമാർ പങ്കെടുക്കാൻ പാടില്ല, ഓപ്പറേഷൻ വാഹിനി പോലുള്ള പദ്ധതികൾ അതൊക്കെ നടപ്പാക്കുന്നതിന് ഉള്ള പ്രായോഗിക തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ അസാധാരണ മഴയും ജില്ലയിലെ അടിയന്തര സാഹചര്യവും പരിഗണിച്ച് ആ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ ഈ പായലൊക്കെ നീക്കം ചെയ്ത് 2 ദിവസം കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഒപ്പം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് കളമശ്ശേരി മൂലേപ്പാടത്തെ അവസ്ഥയൊക്കെ, അവിടെയും കഴിഞ്ഞ 2 വർഷമായി ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടിലേക്ക് പോകാറില്ല. അവിടെയും ശുചീകരണം നടക്കാറുണ്ട്. പക്ഷേ അസാധാരണമായ മഴ വരുമ്പോൾ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചാലും അതിലപ്പുറം നിയന്ത്രണാതീതമാവുകയാണെന്നുള്ളതാണ് പ്രശ്നം. അതാണ് മന്ത്രി ഇന്നലെ ചൂണ്ടിക്കാട്ടിയത്. ആ ഭാഗത്തും ശുചീകരണ പ്രവർത്തികൾ നടത്തും. ഇത് ഈ എടപ്പള്ളി തോട് മാത്രമല്ല, ഈ ജില്ലയിലെമ്പാടുമുള്ള കാനകൾ, തോടുകളൊക്കെ വിവിധ വകുപ്പുകൾക്ക് കീഴിലൊക്കെയാണ് അതിൻ്റെയൊക്കെ നിയന്ത്രണം വരുന്നത്. അവരൊക്കെ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് അവർക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിയന്തരമായി ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ. അങ്ങനെ ക്ലീൻ ചെയ്ത് ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് അടിയന്തരമായി ക്ലീൻ ചെയ്യുന്നതോടെ ഈ വെള്ളക്കെട്ടിന് പൂർണ്ണമായൊരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് മന്ത്രി ഇന്നലെ സൂചിപ്പിച്ചത്. ശരത്ത്, റൈറ്റ്. ഏതായാലും ഈ നടപടികളൊക്കെ ഇന്ന് അല്പം തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കൊച്ചിയിൽ കുറേ കൂടി ഊർജിതമായി നടക്കും. നമുക്കറിയാം, യാതൊരു സംശയമില്ല, നമ്മളൊക്കെ അനുഭവിച്ച കാര്യമാണ്. അതായത് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും അധികം മഴ ലഭിക്കുക എന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയിലൂടെയാണ് കൊച്ചി കടന്നുപോയത്. ആ ദിവസങ്ങളാണ് കഴിഞ്ഞത്. ഇപ്പോൾ ഏതായാലും തെളിഞ്ഞൊരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഒരു മഴക്കാലത്തെ കണ്ടുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ മൺസൂൺ കാലവർഷത്തെ കണ്ടുകൊണ്ട് തന്നെ കൂടുതൽ നടപടികളിലേക്ക് ഊർജിതമായി നീങ്ങുന്നു.
നമ്മുടെ കൊച്ചി നഗരവും പരിസര പ്രദേശങ്ങളും എന്നുള്ളതാണ്.